അപ്പോൾ ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. കൂട്ടുകാർക്ക് അറിയാലോ എൻ്റെ സാഹചര്യമൊക്കെ. ഇന്നലെ വീഡിയോ ഇല്ലാത്തതിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഹ്യോണിന്റെ ഷെഫായ ജിയങ്ങും അയൽ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തു വന്ന ആ ചൈനീസ് ഒഫീഷ്യലിന്റെ ഷെഫുമാരും ഇവിടെ ഏറ്റുമുട്ടാനായി പോവാണ്. അതിന്റെ റൂൾസ് ഒക്കെ ഫിക്സ് ചെയ്തു. 3 റൗണ്ടാണ്. 3 റൗണ്ടിൽ എന്തൊക്കെ കൈൻഡ് ഡിഷുകളാണ് തയ്യാറാക്കേണ്ടത് എന്നൊക്കെ നറുക്കിട്ട് തീരുമാനിച്ചു. തോക്കുന്ന രാജ്യം ജയിക്കുന്ന രാജ്യം എന്താവശ്യപ്പെട്ടാലും അത് നൽകണം എന്നതാണ് അവിടെ ഏറ്റവും വലിയ റൂളായി വെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോ കോമ്പറ്റീഷന് വേണ്ടി ഷെഫ്സിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയമാണ്. അങ്ങനെ ജിയങ് അവളുടെ ടീംമേറ്റ്സുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യത്തെ 2 റൗണ്ട് ഞാൻ നോക്കിയിട്ട് സിമ്പിൾ ആണ്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഫിഷ് വെച്ച് യൂണിക്കായ ഒരു ഡിഷ് കുക്ക് ചെയ്യണം. അത് എനിക്ക് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. രണ്ടാമത്തേത് നമ്മൾ അവരുടെ ഡിഷ് കുക്ക് ചെയ്യണം. അതായത് നമ്മൾ ചൈനീസ് ആണ് കുക്ക് ചെയ്യാനേ പോകുന്നത്. അതും എനിക്ക് സിമ്പിൾ ആണ്. മൂന്നാമത്തേതാണ് ഞാൻ നോക്കിയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൗണ്ട്. കേൾക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു സൂപ്പ് റൗണ്ട് ആയി തോന്നുമെങ്കിലും കൊറിയൻസിനേക്കാൾ നന്നായി ചൈനീസുകാരാണ് സൂപ്പുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞത്. ആക്ച്വലി മൂന്നാമത്തെ റൗണ്ടിൽ വിജയിക്കുന്ന ആളായിരിക്കും കോമ്പറ്റീഷനിൽ വിജയിക്കാനും പോവുക. കാരണം മൂന്നാമത്തെ റൗണ്ടാണ് ആദ്യത്തെ 2 റൗണ്ടിന്റെ പോയിന്റ്സിനെ അട്ടിമറിക്കാൻ പോകുന്ന റൗണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്റെ മനസ്സിൽ ഒരു സൂപ്പിന്റെ ഐഡിയ ഉണ്ട്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു പാത്രം വേണമെന്നും പറഞ്ഞ് പ്രഷർ കുക്കറിന്റെ പടം വരച്ചത് ജിയങ് അവരെ കാട്ടാണ്. അന്നത്തെ കാലത്ത് പ്രഷർ കുക്കർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് അത് എന്താണെന്ന് അറിയില്ല. ഈ ടീം ജിയങ് ഇത് എന്താണെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെ ഈ ഒരു പ്രത്യേക പാത്രം നമ്മൾ എങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കും? കോമ്പറ്റീഷൻ ഇനി 4 ദിവസം കൂടി സമയമുള്ളൂ. അതിന്റെ ഇടയിൽ എങ്ങനെ ഒരു പുതിയ പാത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ജിയങ് പറയുന്ന ഐഡിയ കേട്ട് ഒന്നും മനസ്സിലാവാതെ പറയുമ്പോൾ ശരി നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. എന്തായാലും ഇപ്പൊ നമുക്ക് ആദ്യത്തെ 2 റൗണ്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് മറ്റു റൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കാമെന്ന് ജിയങ്ങും പറയുന്നു. അങ്ങനെ ആ 2 റൗണ്ടുകൾക്ക് വേണ്ട പ്രിപ്പറേഷൻ എല്ലാം തന്നെ ജിയങ് അവളുടെ കൂടെ ഉള്ളവരുമായി ചെയ്യുന്നതൊക്കെ ജേസൺ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ജേസന് ജിയങ്ങിന്റെ ആ ഒരു കോൺഫിഡൻസും പ്രിപ്പയർ ചെയ്യാനുള്ള ശുഷ്കാന്തിയും ഒക്കെ കാണുമ്പോൾ ഇവൾ ഈ മത്സരം വിജയിക്കുമോ? അവൾ വിജയിച്ചാൽ ഹ്യോൺ വിജയിക്കുമല്ലോ. അവന് രാജാവിന്റെ പദവിയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ലല്ലോ. എന്ത് ചെയ്യുന്നൊക്കെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇവര് മാത്രമല്ല ഇവിടെ തകൃതിയില് കോമ്പറ്റീഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ആ ചൈനീസ് ഷെഫുമാരും അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഒരു ദിവസം ജിയങ് ഇപ്പോൾ കൂടെയുള്ളവർക്ക് ഈ ഒരു കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ചില ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിപ്പറേഷന്റെ ഭാഗമായി ആ ടീം ആ സ്ഥലത്തേക്ക് രഹസ്യമായി വന്നു നിന്ന് ഹ്യോൺ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ജിയങ് എന്തെടുക്കാണെന്നൊക്കെ അറിയാനുള്ള ശുഷ്കാന്തിയിൽ വന്ന് നോക്കുന്നതാണ്. പക്ഷെ ഇത് മുറിക്കകത്തുണ്ടായിരുന്ന ജിയങ് സെൻസ് ചെയ്യുന്നുണ്ട്. ആരും ഇവിടെ ഒളിഞ്ഞു നോക്കുന്ന കണക്ക് തോന്നുന്നവൾ ഡോറ് തുറന്നു വന്ന് നോക്കുമ്പോഴേക്കും ഹ്യോൺ ഭാഗ്യത്തിന് മാറി നിൽക്കുന്നത് കൊണ്ട് കണ്ടില്ല. കൂടെ ഉണ്ടായിരുന്ന ആ അസിസ്റ്റന്റ് എന്തിനാ രാജാവ് ഇത്ര റിസ്ക് എടുക്കുന്നത്? നേരിട്ട് പോയി കാണാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സ്വന്തം ടീമിന്റെ പ്രിപ്പറേഷൻ അല്ലേ എന്നെല്ലാം ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പക്ഷെ ചോദിക്കുന്നില്ല. അറിയാലോ ഇഷ്ടമുള്ള ആളിനെ ഇങ്ങനെ മറിഞ്ഞു നിന്ന് ഒന്ന് നോക്കി നിൽക്കുന്നത് ഒരു രസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഹ്യോൺ അങ്ങനെ ചെയ്യുന്നതെന്ന് ഇയാൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ജിയങ്ങിനോട് ഹ്യോണിനുള്ള ഒരു പ്രത്യേക താല്പര്യത്തെ പറ്റി. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം ഹ്യോണിന്റെ അടുത്തെത്തുന്ന ജിയങ് പ്രഷർ കുക്കറിന്റെ കാര്യം പറയുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഈ പ്രഷർ കുക്കർ എന്തായാലും വേണം. ആ രീതിക്ക് സൂപ്പ് ഉണ്ടാക്കി നൽകിയാൽ തീർച്ചയായും മൂന്നാമത്തെ റൗണ്ട് വിജയിക്കാൻ സാധിക്കുമെന്ന് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് ജിയങ് പറയുമ്പോൾ കൂടെ പ്രഷർ കുക്കറിന്റെ ഫോട്ടോയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പ്രഷർ കുക്കർ എന്ന ഒരു പാത്രം ആദ്യമായിട്ടാണ് ആ കാലത്ത് ഇങ്ങനെ ജിയങ് വരച്ച പടം വഴി ഹ്യോൺ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്പരന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത്രം ഉണ്ടോ? ഇത് കുക്കിങ്ങിന് ഉപയോഗിക്കുമെന്ന് ഞാൻ എവിടെയും കേട്ടിട്ടില്ല, ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഹ്യോൺ ഇതിപ്പോ എവിടുന്ന് സംഘടിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേക തരം ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ സമീപിച്ചാൽ അത് ഉണ്ടാക്കാൻ സാധിക്കും എന്നിങ്ങനെ ജിയങ് പറയുമ്പോൾ അത്തരം ഒരാളുടെ കാര്യം അവിടെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആള് ലാസ്റ്റ് ഉണ്ടാക്കിയ കുറച്ച് ആയുധങ്ങളും മറ്റും ചില പ്രശ്നത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ആൾ ഇവിടെ കുറച്ച് ഒതുങ്ങി മാറി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയ ആളെ കൺവിൻസ് ചെയ്തെടുക്കണം. ഞാൻ പോയി സംസാരിക്കാന്ന് ജിയങ് പറയുമ്പോൾ ജിയങ്ങിനെ ഒറ്റയ്ക്ക് വിടാനായി അത് കേൾക്കുന്ന ഹ്യോണിന് മനസ്സ് വരുന്നില്ല. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാന്ന് ഹ്യോൺ പറയുമ്പോൾ ഇപ്പൊ മറ്റൊരു രാജ്യത്തെ ഒഫീഷ്യലൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഹ്യോൺ അങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാവില്ല എന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ഹ്യോണിന് പക്ഷെ മനസ്സേ വരുന്നില്ല. ഹ്യോണിനെ ഇപ്പൊ കൂടെ കൊണ്ടുപോയാൽ അത് ശരിയാവില്ല എന്ന് തോന്നുന്ന ജിയങ് വേണ്ട രാജാവ് ഞാൻ പൊക്കോളാം, എനിക്ക് കൂട്ടിനാരെങ്കിലും വിട്ടാൽ മതി എന്ന് പറയുന്ന ടീം മനസ്സിലാ മനസ്സോടെ അങ്ങനെ സാങ്ങിനെ ജിയങ്ങിന്റെ കൂടെ വിടാനായി ഹ്യോൺ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ റെഡി യാത്ര പുറപ്പെടുന്നത് കണ്ടു നിൽക്കുന്ന ഹ്യോണിന് തീരെ ഒരു സമാധാനവും ഇല്ല. അവർ സംസാരിച്ച് നടന്നു പോകുമ്പോൾ ഇവരെന്തേ സംസാരിക്കുന്നതെന്നൊക്കെ അല്പം അസൂയയില് ഹ്യോൺ ഇങ്ങനെ നിൽക്കാണ്. ഈ ടീം കൂടെയുള്ള പടത്തലവൻ അത് മനസ്സിലാക്കി ഹ്യോണിനോട് അവര് ചുമ്മാ കാഷ്വലി സംസാരിച്ച് നടന്നു പോകുന്നതിന് രാജാവ് ഇത്ര ടെൻഷൻ ആവുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ സമാധാനിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് പടത്തലവനുമായി ഹ്യോൺ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കാണുന്നത് ജിയങ്ങിനെയും കൂടെ സംസാരിച്ച് നടക്കുന്ന സാങ്ങിനെയുമാണ്. ജിയങ് ഹ്യോണുമായി ഭയങ്കര കമ്പനി ആയല്ലോ, ഞാൻ അത് ആഗ്രഹിച്ചത്. ഞാൻ ഇനി അധികം വൈകാതെ മഹാറാണിന്ന് വിളിക്കേണ്ടി വരുമോന്നെല്ലാം സാങ് ഇങ്ങനെ ജിയങ്ങിനെ കളിയാക്കി നടക്കുമ്പോൾ ജിയങ്ങിന് സത്യത്തിൽ നാണമൊക്കെ വരുന്നുണ്ട്. അത് കേട്ട് ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോങ്ങിന്റെ വരവ്. ഗോങ് ഒരുമാതിരി എപ്പോഴത്തെയും കണക്ക് ചാടിത്തുള്ളി പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ട് നീ എന്തീ കാണിക്കുന്നതെന്ന് ജിയങ് ചോദിക്കുമ്പോഴേക്കും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയെന്ന് ഗോങ് പറയുന്നത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന ജിയങ് അവിടെ കാണുന്നത് പടത്തലവനെയും ഹ്യോണിനെയുമാണ്. രാജാവിന്റെ ഇവിടെ നിന്ന് ഹ്യോണിനോട് ചോദിക്കുമ്പോ അല്ല ഞാനാണ് നിന്റെ കൂടെ വരാൻ പോകുന്നത്. സാങ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ, ഞാൻ എന്തായാലും കൂടെ വരാൻ പോവാന്ന് പറയുമ്പോ അയ്യോ വേണ്ട, ഞാൻ എന്തായാലും യാത്ര പുറപ്പെട്ടല്ലോ, ഞാൻ തന്നെ കൂടെ പൊക്കോളാന്ന് സാങ് പറയുമ്പോ ഹ്യോൺ അത് സമ്മതിക്കുന്നില്ല.
വേണ്ട വേണ്ട, ഞാൻ ജീങ്ങിന്റെ കൂടെ പൊക്കോളാം. കൊട്ടാരത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്ന കാര്യം ആരും അറിയാതെ നീ അത് മാനേജ് ചെയ്താൽ മതി, വേഗം തിരിച്ചു പൊക്കോളാൻ പറഞ്ഞ് നിർബന്ധിച്ച് സാങ്ങിനെ തിരിച്ചുവിട്ട് ജിയങ്ങിന്റെ കൂടെ ഹിയോൺ പോകുമ്പോ ഹിയോൺ എന്തിനാ തന്റെ കൂടെ വരാൻ വേണ്ടി ഇത്ര ശുഷ്കാന്തി കാണിക്കുന്നതെന്ന് ജിയങ്ങിന് ഒരു ഡൗട്ട്. എന്തെങ്കിലും അപ്പോഴേക്കും കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്ന സാങ് ഹിയോണിന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ഹിയോൺ ഇതുപോലെ എന്നെ ബലമായി തിരിച്ച് പറഞ്ഞു വിട്ട് ജിയങ്ങിന്റെ കൂടെ യാത്ര പുറപ്പെട്ടു, പക്ഷെ അത് മറ്റുള്ളവർ അറിയാതെ നമ്മൾ മാനേജ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവരാകട്ടെ മറ്റുള്ളവരുടെ അടുത്തായിട്ട് ഹിയോണിന് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് രാജാവിനെ ഇപ്പൊ ആർക്കും കാണാൻ സാധിക്കില്ല, ആള് ബെഡ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞ് കാണാൻ വരുന്ന മന്ത്രിമാരെ ഒഴിവാക്കാനായി നോക്കുമ്പോൾ അല്ല രാജാവിന് കുറച്ചു മുന്നേ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല, പെട്ടെന്ന് എന്താ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പരസ്പരം ഒരു ഡൗട്ടില്. ഇതേ ടീം ജേസൺ ഹിയോൺ കൊട്ടാരം വിട്ട് പോയിരിക്കുന്നു, ജിയങ്ങിന്റെ കൂടെ കുക്കിംഗ് കോമ്പറ്റീഷന് വേണ്ട ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പോയിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ അറിയുന്നുണ്ട്. ജിയങ്ങും ഹിയോണും രണ്ടും കൽപ്പിച്ചാണ് അവരിപ്പോ ഇങ്ങനെ ഒന്നിച്ച് പുറത്ത് പോയിരിക്കുന്നത് കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടാണ്. അങ്ങനെ ജിയങ് ഉണ്ടാക്കുന്ന ഡിഷ് നല്ലതായി കോമ്പറ്റീഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഹിയോണിനാണ്, ഹിയോണിന്റെ രാജപദവിക്ക് അത് ബലം കൂട്ടും, ഹിയോണിന് അയൽ രാജ്യത്ത് നിന്ന് ഒരുപാട് സമ്മാനങ്ങളും കിട്ടും. അതുകൊണ്ട് അങ്ങനെ നടക്കരുത്, അതിനായി ജിയങ്ങിനെ കൊല്ലണം. ജിയങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഷെഫുമാരൊന്നും തന്നെ ആ ചൈനീസ് ഷെഫുമാരുമായി ഏറ്റുമുട്ടാൻ മാത്രം കഴിവുള്ളവരല്ല, അതുകൊണ്ട് തന്നെ ഹിയോൺ തോൽക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജിയങ്ങിനെ കൊല്ലണം, അവൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരരുത്, അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാനായി ജേസൺ തീരുമാനിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഗൂഢാലോചന നടക്കുന്നത് അറിയാതെ ഹിയോണും ജിയങ്ങും ഗോങ്ങും പടത്തലവനും കൂടി അവർ കാണാനായി എത്തിയ ആളുടെ വീടിന്റെ അവിടെ എത്തുന്നുണ്ട്. അയാളുടെ പണിശാലയും വീടും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ്. അവർ ഫ്രണ്ടിൽ എത്തുമ്പോഴേ അവിടെ ഒരു കുറിപ്പുണ്ട്, അകത്തേക്ക് അങ്ങനെ നുഴഞ്ഞു കയറരുത്, അനുവാദം ഇല്ലാതെ അകത്ത് കയറിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നു. പിന്നെ ഇവൻ ആരെയാ പേടിപ്പിക്കുന്നതെന്ന് മറ്റുള്ള ഹിയോൺ അങ്ങ് ചെന്ന് കയറി കൊടുക്കുമ്പോഴേക്കും ആൾ അവിടെ എന്തൊക്കെയോ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒടുക്കം ഒരു പീരങ്കിന്ന് ഇപ്പോ വെടിയുണ്ട പൊട്ടുന്നുള്ള രീതി ആവുമ്പോഴേക്കും ഇവർ പാനിക് ആവുന്നുണ്ട്. കാരണം അകത്ത് ഇങ്ങനെ ഒരു ട്രാപ്പ് ആ കുറിപ്പ് കണ്ടപ്പോഴും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹിയോൺ വേഗം തന്നെ കൂടെ ഉണ്ടായിരുന്ന ജിയങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായി നോക്കുമ്പോൾ പടത്തലവൻ തന്റെ ജീവൻ പോയാലും രാജാവിനെ രക്ഷപ്പെടുത്തണം എന്ന രീതിക്ക് മുമ്പിൽ കയറി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആ പീരങ്കിന്ന് വെടി പൊട്ടുന്നുണ്ട്. പക്ഷെ അത് ഇവർ കരുതി കണക്ക് ഒരു ആയുധമായിരുന്നില്ല, മറിച്ച് അരി ഉണ്ടയാക്കി അതിൽ നിറച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെടി പൊട്ടുമ്പോൾ ഇവരൊക്കെ ഒന്ന് പേടിച്ചെങ്കിലും ആർക്കും ഒരു ആപത്തും പറ്റിയില്ല. ഈ സമയത്താണ് ഇവർ കാണാനായി എത്തിയ അയാൾ പുറത്തേക്ക് വരുന്നത്. ഓൾറെഡി ഇയാൾ ഉണ്ടാക്കിയ ആയുധങ്ങളും മറ്റും മുന്നേ നേരാവണ്ണം വർക്കാവാത്തതിന്റെ പേരിൽ കൊട്ടാരത്തിൽ നിന്ന് ഇയാൾക്ക് കുറച്ച് വിലക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ ഇത്രയും ദൂരം മാറി വന്ന് താമസിക്കുന്നതും. ഇപ്പോ രാജാവ് നേരിട്ടെത്തി ഒരു സഹായം ചോദിക്കുമ്പോൾ പോലും ആ ഒരു ദേഷ്യം ഉള്ളിലുള്ള അയാൾ ഒന്നും ചെയ്തു കൊടുക്കാൻ റെഡി അല്ലാത്ത മട്ടി എന്താണ് അവർക്ക് വേണ്ടതെന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ അവോയ്ഡ് ചെയ്യാനേ നോക്കുമ്പോൾ ഹിയോണിന് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ജിയങ് ഹിയോണിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അയാളോട് ആവശ്യങ്ങൾ പറയുന്നു. ആദ്യം തന്നെ ഇവിടെ അയാൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ട്രാപ്പിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു പാത്രം ഉണ്ടാക്കണം, അതിന്റെ പേര് പ്രഷർ കുക്കർ എന്നാണ്, അത് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അത് കേട്ട് തീരുന്നതും എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഹിയോണിന് വീണ്ടും ദേഷ്യം വരുന്നു. കാരണം ഇത് ഈ ഒരു രാജ്യത്തിന് തന്നെ അഭിമാന പ്രശ്നമായിട്ടാണ് ഹിയോൺ കാണുന്നത് ഈ ഒരു കോമ്പറ്റീഷൻ. ആ സമയത്ത് ഇയാൾക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് അവന് ദേഷ്യം വരുമ്പോഴേക്കും ജിങ് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും അയാൾ കേൾക്കാതാവുമ്പോഴേക്കും ദേ കുക്കർ ഞങ്ങൾ എങ്ങനെങ്കിലും ഉണ്ടാക്കി നിന്നെ ആയിരിക്കും ആദ്യം അതിനകത്തിട്ട് റെഡിയാക്കാൻ പോകുന്നതെല്ലാം ഹിയോൺ ഭീഷണിപ്പെടുത്തുമ്പോൾ എന്റെ സ്ഥലത്ത് വന്ന് എന്നെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു ഒന്നും മറ്റില്ല അയാളൊന്നും ദേഷ്യപ്പെടുന്നുണ്ട്. കൂടാതെ അയാൾ ഇപ്പൊ മുന്നേ സെറ്റ് ചെയ്ത ട്രാപ്പിനേക്കാൾ വലിയ ട്രാപ്പ് അയാളുടെ പക്കലുണ്ടെന്ന രീതിക്ക് ഒരു സൂചന കൊടുക്കുമ്പോഴേക്കും അത് അമ്പൊക്കെയാണ്. ഇയാളുടെ അടുത്ത് ഇപ്പോ സംസാരിച്ചെന്നാ ശരിയാവില്ല എന്ന് തോന്നുന്ന ജിയങ് അങ്ങനെ അവരെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇയാൾ മുന്നേ ആ ഒരു അരിയുണ്ട ഉണ്ടാക്കിയത് ഉണ്ട കണക്ക് ഉപയോഗിച്ചിരുന്നില്ല. ആ സമയത്ത് അതൊക്കെ പൊരി പോലെ ആയി മാറിയിരുന്നു. ഇത് പൊരിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു ഇൻഗ്രീഡിയന്റ് ജിയങ് അയാളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പുറത്തെത്തിയ ശേഷം അവർ അയാളെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യുന്നു. രാജാവ് നേരിട്ടെത്തി ആവശ്യപ്പെട്ടിട്ടും അയാൾ അതിനെ സമ്മതിക്കാത്തത് രാജഭരണത്തോടുള്ള അയാളുടെ ദേഷ്യം തന്നെയാണ്. രാജഭരണം എന്ന് വെച്ചാൽ അയാൾ ചെയ്ത ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ തെറ്റുകളിലൊക്കെ വലിയ ഇതാക്കി കാണിച്ച് മന്ത്രിമാരൊക്കെ ഹിയോണിനെ എരിവിരി കയറ്റി ഹിയോൺ തന്നെയാണ് അയാളെ രാജ്യത്തിന് വേണ്ടി ആയുധം നിർമ്മിക്കുന്നതിൽ നിന്നൊക്കെ മാറ്റി ഒതുക്കി നിർത്തിയിരുന്നത്. അതിന്റെ കലിപ്പിനാണ് അയാൾ ഒതുങ്ങി മാറി ഇവിടെ താമസിക്കുന്നത്. അപ്പൊ ആ ഒരു ദേഷ്യം കൊണ്ടാണ് അയാൾ ഇപ്പൊ സഹകരിക്കാത്തതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് വീണ്ടും ഒരു വെടി പൊട്ടുന്ന വെച്ചാൽ ഹിയോൺ വേഗം ടെൻഷനിൽ ജിയങ്ങിനെ പിടിച്ചു നിർത്തുമ്പോഴേക്കും ഞാൻ സേഫാ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവൾ നിൽക്കുന്ന ടീം ഹിയോണിന് ഒരു ചമ്മലൊക്കെ വരുന്നുണ്ട്. കാരണം അവൻ അവളുടെ കാര്യത്തിൽ വളരെ ആൻഷ്യസ് ആയി പെരുമാറുന്നുണ്ടല്ലോ. ചെറിയൊരു കാര്യം വരുമ്പോഴേ അവൾക്ക് വല്ലതും പറ്റുമെന്നൊക്കെ വളരെ പേടിച്ച് ആരെങ്കിലും അത് കാണുമോ മനസ്സിലാക്കുമോ എന്ന് പോലും ചിന്തിക്കാതെയാണല്ലോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്ത്. എന്തായാലും തന്റെ പ്ലാൻ വർക്കൗട്ട് ആയി എന്ന് തോന്നുന്ന ജിയങ് ആകട്ടെ ചെന്ന് നോക്കുമ്പോഴേക്കും ഇവർ മുന്നേ വന്നപ്പോൾ ആ ട്രാപ്പിൽ അരിയുണ്ട പൊട്ടിയിരുന്നില്ല. അതേ കണക്ക് അയാൾ മനഃപൂർവ്വം ഇപ്പൊ പൊട്ടിച്ച് ആ പൊരി ഉണ്ടാക്കി അതില് ജിയങ് കൊടുത്ത ഒരു ഇൻഗ്രീഡിയന്റ് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് അയാൾ അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ജിയങ് കൊള്ളാല്ലേ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലെ പല ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞ് അയാളോട് പതിയെ ഫുഡിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ച് അവൾ തുടങ്ങുമ്പോഴേക്കും അവൾ കൊട്ടാരത്തിലെ റോയൽ ഷെഫാണ് എന്ന് കയ്യിലെ ടാഗ് കണ്ട് കൺഫേം ചെയ്ത് അയാളായിട്ട് അവളോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്, അതിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ചൈനീസുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ കിട്ടും. ഇതുപോലെ ഈ പൊരിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റ് അവരുടെ നാട്ടില് വളരെയേറെ സുലഭമായിട്ട് കിട്ടും, നമുക്ക് അതൊക്കെ മേടിക്കാം, ഇതുപോലെ പലതും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജിയങ് സംസാരിക്കുമ്പോഴേക്കും എന്താണ് അവൾക്ക് വേണ്ടതെന്ന് അയാൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആവശ്യം കേട്ട് കഴിയുമ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ രാജാവിനോടും മന്ത്രിമാരോടും ഒന്നും തീരെ
യോജിപ്പില്ല. ഞാൻ അവർക്ക് വേണ്ടി എത്രയോ ആയുധങ്ങളും മറ്റും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു തെറ്റ് വന്നപ്പോൾ അവരെന്നെ പുറത്താക്കി. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ചെയ്തു കൊടുത്താൽ അവരെനിക്ക് തിരിച്ച് പ്രതിഫലം തരുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. കാര്യം കണ്ടു കഴിയുമ്പോൾ എന്നെ പുറത്താക്കുമെന്ന് അയാൾ സങ്കടപ്പെടുമ്പോൾ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ജിയങ് പറയുന്നുണ്ടെങ്കിലും ആൾക്ക് ലൈഫിൽ വലിയൊരു ട്രോമയായിരുന്നു. അത്രയും നാളെ കൂടെ ഓരോ കാര്യങ്ങൾ താൻ നിന്ന് ചെയ്തു കൊടുത്തിട്ടും ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഈ ഒഫീഷ്യൽസിന്റെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ ആളതിനെ സമ്മതിക്കാതെ മാറിപ്പോകുമ്പോൾ ജിയങ് തിരിച്ചെത്തി ഹ്യോണിനോടും മറ്റുള്ളവരോടും കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളൊക്കെ കാണിച്ച ആറ്റിറ്റ്യൂഡാണ് ആളെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് തന്നെ ഇനിയും അതുപോലെ ഒരു ദുരനുഭവം കാര്യം കണ്ട ശേഷം ആൾക്ക് നമ്മൾ നൽകില്ല എന്ന് ഉറപ്പ് കൊടുക്കണം. ആളുടെ വിശ്വാസം എങ്ങനെയും പിടിച്ചു പറ്റണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നെല്ലാം ജിയങ് പറയുമ്പോൾ പക്ഷെ അയാളെ കൺവിൻസ് ചെയ്യുന്നത് എളുപ്പമല്ല. കാരണം ഇത്രയും നിന്ന് പറഞ്ഞിട്ടും ആൾ അത് കേട്ടില്ല. എങ്ങനെയും അയാളെ കൊണ്ട് കൺവിൻസ് ചെയ്ത് ആ ഒരു പ്രഷർ കുക്കർ ഉണ്ടാക്കിയാലേ തേർഡ് റൗണ്ട് കോൺഫിഡന്റ് ആയി തനിക്ക് മത്സരിക്കാൻ സാധിക്കുന്നില്ല ജിയങ് പറയുമ്പോൾ എങ്ങനെ ഇനി അത് ചെയ്യുമെന്നായിരുന്നു അവരുടെ ആലോചന. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഹിയോൺ ജിയങ്ങിനോട് പുറത്തു പോയിരിക്കുകയാണെന്ന കാര്യം അറിയുന്ന മോക്ജുൻ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് കൈവശമാണോ ഹിയോൺ അവൾ കൊടുത്തെന്നറിയില്ലല്ലോ. ഇതുവരെ ഒരുത്തിയും ഹിയോണിനെ കൈവശപ്പെടുത്താത്ത കണക്കാണ് അവളിപ്പോ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഇതൊന്നും സഹിക്കുന്നില്ല എന്ന് മോക്ജുൻ ആകെ ദേഷ്യം. ഇതേ ടീം മുത്തശ്ശിയും ഈ കാര്യം അറിയുന്നുണ്ട്. ഒരു പാചകക്കാരിയുടെ കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഹിയോൺ അങ്ങനെ പോകേണ്ട കാര്യം എന്താണ് എന്ന് മുത്തശ്ശി മനസ്സിലാവാതിരിക്കുമ്പോഴേക്കും ഇനി ഒരു പക്ഷേ ഹിയോണിന് ജിയങ്ങിനോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടാവുമോ എന്ന് മുത്തശ്ശിയുടെ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. കാരണം ജിയങ് വന്ന ശേഷം ഹിയോണിന്റെ പെരുമാറ്റത്തിൽ അത്യാവശ്യം മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് കിച്ചന്റെ ഭാഗത്തേക്ക് പോകലും ജിയങ്ങിനോട് ഓരോന്ന് പറഞ്ഞ് സംസാരിക്കലൊക്കെ ഹിയോൺ പതിവായി ചെയ്യുന്ന കാര്യമാണെന്ന് അവരിങ്ങനെ പറയുന്നു. പക്ഷെ മുത്തശ്ശി അത് അംഗീകരിക്കുന്നില്ല. തന്റെ പേരക്കുട്ടി ഒരു സാധാരണ പാചകക്കാരി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളല്ല ഹിയോൺ എന്നെല്ലാം ഹിയോണിനെ പറ്റി വളരെ കോൺഫിഡന്റ് ആയി പറയുന്നുണ്ട്. ഇതേ ടീം തന്നെ കാണാനായി വന്ന അയാളെ കൺവിൻസ് ചെയ്യാനായി ജിയങ്ങിനും ഹിയോണിനൊന്നും സാധിച്ചിരുന്നില്ല. കൺവിൻസ് ചെയ്ത് അവിടുന്ന് പോകാനും പറ്റില്ല എന്ന് ഉറപ്പിച്ച് ജിയങ്ങും അവരും അവിടെ തന്നെയാണെന്ന് സ്റ്റേ ചെയ്യുന്നത്. ജിയങ്ങാട്ട് അവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങി പോകുന്നത് കാണുന്ന ഹിയോൺ അവൾക്ക് തണുക്കാതിരിക്കാനായി അവന്റെ ദേഹത്ത് കിടന്ന് കോട്ടൊക്കെ ഊരി പുതച്ചു കൊടുത്ത് മാറിപ്പോകുന്നത് ആ ഒരു കാഴ്ച പടത്തലവൻ കാണുന്നുണ്ട്. ജിയങ്ങിനോടൊപ്പം പലപ്പോഴായി ഹിയോൺ വളരെ കെയറോടുകൂടി ഓരോന്ന് ചെയ്യുന്നത് കാണുന്ന ആൾക്ക് അവൾ എന്തോ സ്പെഷ്യൽ ആണെന്ന് തന്നെ മനസ്സിലാവുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിയങ് പറഞ്ഞു കൊടുത്ത മറ്റ് 2 റൗണ്ടിന് വേണ്ടിയുള്ള റെസിപ്പീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവളുടെ കൂടെയുള്ള ബാക്കി ഷെഫ്സ് ഒക്കെ. അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ജിയങ് എപ്പം മടങ്ങി വരുമെന്ന് ഇവർക്ക് ആകെ ആദ്യമുണ്ട്. കാരണം കോമ്പറ്റീഷനുള്ള ദിവസങ്ങൾ കുറഞ്ഞു വരുമല്ലേ. ഇതേ ടീം ഗിൽഗുനെ ആകട്ടെ ഒരു ഷെഫ് ഇട്ട് നല്ലവണ്ണം സ്പ്രിംഗ് ഒനിയൻസ് കട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റി പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആക്ച്വലി അവളിതൊന്നും കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമില്ലെങ്കിലും അയാൾ അവളെ മാറ്റി നിർത്തി എന്തിനാ ഇതിപ്പോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബാക്കിയുള്ള ഷെഫ്സിന് ഒട്ടും മനസ്സിലാവുന്നില്ല. അവരെന്തായാലും അതിനെ പറ്റി അങ്ങോട്ട് ചോദിക്കാനും പോയില്ല. അപ്പോഴേക്കും ചൈനീസ് ഷെഫുമാരും പ്രാക്ടീസിൽ തന്നെയാണ്. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ലേഡി ഷെഫ് രഹസ്യമായി ജേസനെ ചെന്ന് കണ്ട് അവർ തമ്മിൽ എന്തോ ഒരു ഡീല് വെക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വീണ്ടും നമ്മൾ ജിയങ്ങിനൊക്കെ കാണുമ്പോൾ അയാളെ കൺവിൻസ് ചെയ്യാനേ ഫുഡ് വഴിയേ പറ്റൂ. തനിക്കും അതാണ് അറിയാവുന്ന ഒരു രീതി എന്ന് ഉറപ്പിക്കുന്നവൾ അയാൾ ഏത് സ്ഥലത്ത് ജനിച്ച ആളാണെന്ന്, അതായത് ഈ രാജ്യത്ത് ഒരു ഗ്രാമങ്ങളുണ്ടല്ലോ, അപ്പോൾ ഏത് ഗ്രാമത്തിൽപ്പെട്ട ആളാണെന്ന് ഗോങ്ങിനോട് ചോദിച്ച് മനസ്സിലാക്കി ആ ഗ്രാമത്തിലെ ഒരു ഡിഷ് തന്നെ തയ്യാറാക്കാനായി തീരുമാനിക്കുന്നു. ഓൾറെഡി ഇതുപോലെ പല ഹിസ്റ്റോറിക്കൽ ഡിഷിനെ പറ്റിയും ഒരു ഷെഫായ ജിയങ്ങിന് ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് വേഗം തന്നെ തരപ്പെടുത്തി അവിടെ ഇരുന്ന് അവൾ അത് കുക്ക് ചെയ്യുമ്പോഴേക്കും അതിന്റെ വാസന അടിക്കുന്ന അയാൾ താനേ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ നേരെ ഇവരുടെ അടുത്തേക്ക് വരാതെ അയാൾ ഇങ്ങനെ ജാടയിട്ട് അവിടെ നിൽക്കുമ്പോൾ അയ്യോ വന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കതേ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ടീമും അയാൾ ചെല്ലുന്നില്ല. ഒടുക്കം ഗോങ് അയാളെ നിർബന്ധിച്ച് അവിടെ വിളിച്ചിരുത്തുമ്പോഴും അയാൾ ആദ്യം കഴിക്കാൻ തയ്യാറാവാതെ ജാടയിട്ട് തന്നെ ഇരിക്കണം. കാരണം ഇവർ എന്നോട് ഒരു സഹായം ചോദിച്ചു വന്നിട്ട് ഞാൻ ചെയ്തില്ലല്ലോ, അപ്പോൾ അവരുടെ ഫുഡ് പോയി കഴിക്കുന്നത് ശരിയാവില്ലല്ലോ എന്ന രീതിയിൽ. പക്ഷെ അയാളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അയാളൊന്ന് ഇളക്കാനായി ഇവർ ആ ഒരു ഫുഡ് അയാളുടെ മുന്നിൽ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അയാൾക്ക് ഒടുക്കം അയാളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അയാളങ്ങനെ അത് വാങ്ങിച്ച് അവരുടെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്ന ടീം പൊതുവായി നമ്മൾ കാണുന്ന ഒരു കാര്യമില്ല. ജിയങ്ങിന്റെ ഫുഡ് കഴിക്കുന്ന എല്ലാവരും അതിലങ്ങ് ലയിച്ച് മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ട കണക്കൊരു ഫീല്. അതേ കണക്ക് തന്നെ അയാൾക്കും തോന്നുന്നുണ്ട് കുട്ടിക്കാലത്ത് താൻ ഏറെ ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്ന ഈ ഒരു ഡിഷായിട്ട് പിന്നീട് വളർന്നു വലുതായി ജോലിയും മറ്റുമായി ഗ്രാമം വിട്ട് മാറി നിന്നപ്പോൾ അയാൾക്ക് ആ ഒരു ഒതന്റിക് ടേസ്റ്റിൽ പിന്നീട് കഴിക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് വളരെ അപ്രതീക്ഷിതമായി അത് കഴിക്കുന്ന അയാൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഫുഡ് ഉണ്ടാക്കി തന്ന ജിയങ്ങിനോട് ഭയങ്കര ഒരു നന്ദിയും സ്നേഹവും അയാൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിയങ് അത്രയും കാര്യമായി ആവശ്യപ്പെട്ട ആ ഒരു കാര്യം അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് അയാൾ ഉറപ്പിക്കുന്നു. അത് അയാൾ അവളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കേട്ട് ജിയങ്ങും വളരെ ഹാപ്പി ആവുന്നു. കാരണം ആ പ്രഷർ കുക്കർ ആയിരുന്നു അപ്പൊ അവളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രശ്നം. കോമ്പറ്റീഷനിൽ ആ ഒരു തേർഡ് റൗണ്ടിൽ പങ്കെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പൊ അതിനൊരു സൊല്യൂഷൻ ആണ് ഉണ്ടാവാനായി പോകുന്നത്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വിചാരിച്ച കാര്യം നേടിയെടുത്ത സന്തോഷത്തിലായിരുന്നു ജിയങ് ഉണ്ടായിരുന്നത്. അങ്ങനെ അയാൾ പ്രഷർ കുക്കറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗോങ് അയാളുടെ അസിസ്റ്റന്റ് ആയി കൂടെ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതേ ടീം അത് തയ്യാറാക്കുന്ന ആ ഒരു ഗ്യാപ്പിന് കോമ്പറ്റീഷന് വേണ്ട കുറച്ച് ഒതന്റിക് ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാനായി ജിയങ് പോകുമ്പോൾ കൂടെ ഹിയോണും പോയിരിക്കുന്നു. ഈ ടീം ചൈനീസ് ഷെഫുമാരും ഭയങ്കരമായ തയ്യാറെടുപ്പിലാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ തന്നെ പങ്കെടുക്കാം, എനിക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ആരും കഴിക്കാത്ത ഫിഷ് കൊണ്ടുള്ള പ്രത്യേക ഒരു ഇൻഗ്രീഡിയന്റ് തയ്യാറാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അവർ വളരെ കോൺഫിഡന്റ് ആയി പറയുമ്പോൾ കൂടെയുള്ള ഷെഫുമാരും ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാനായി അവരെ അനുവദിക്കുന്നു. അവരാകട്ടെ ജേസണുമായി എന്തോ ഒരു രഹസ്യ ഡീല് ഈ മറ്റു ഷെഫുമാർ പോലും അറിയാതെ വെച്ചിട്ടുണ്ട്. അതിന്റെ കോൺഫിഡൻസിലാകാം താൻ മത്സരിച്ച് വിജയിക്കുമെന്ന് അവർ പറയുന്നത്.
എന്താണത്, ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്ന വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.